ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് പരീക്ഷണങ്ങളും സഹനങ്ങളും. പലപ്പോഴും കണ്ണീരും നിരാശയുമായിട്ട് ഇതിനെ നേരിടാറുമുണ്ട്. എന്നാൽ യേശു എന്തുകൊണ്ട് പ്രലോഭനങ്ങളാൽ പരീക്ഷിക്കപ്പെടാൻ സാത്താനെ അനുവദിച്ചു? നമുക്ക് മാതൃക നൽകുന്ന ഗുരുവായതുകൊണ്ട് തന്നെ. ത്രിവിധ പ്രലോഭനങ്ങളാണ് സാധാരണ മനുഷ്യനെ ആക്രമിക്കുക: ധനത്തോടുള്ള ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ഭക്ഷണത്തോടുള്ള ആസക്തി. യേശു എങ്ങനെയാണ് ഇവയെ ചെറുത്തു തോൽപ്പിച്ചത്? വചനം പറഞ്ഞ് സാത്താനെ തുരത്തുകയാണ് ചെയ്തത്. നാമും വചനം ഭക്ഷിക്കുന്നതായാൽ നമുക്കും ആ കഴിവുണ്ടാകും. അരമണിക്കൂറെങ്കിലും ഡെയിലി വചനം വായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരംഭിച്ചോളൂ. നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളുണ്ടാകാം, സംഘടനകളുണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, ദാരിദ്ര്യം ഉണ്ടാകാം. എങ്കിലും വചനം നമ്മെ ശക്തിപ്പെടുത്തും. യേശു നമ്മെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. 1 പത്രോസ് 5:8 പറയുന്നില്ലേ, പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അലറിക്കൊണ്ട് ചുറ്റി നടക്കുന്നു. അവനെ ചെറുത്ത് തോൽപ്പിക്കണ്ടേ? വിശ്വാസത്തിൽ ആഴപ്പെടാം, വചനത്തിൽ ആഴപ്പെടാം, പ്രാർത്ഥനയുടെ വ്യക്തികളാകാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.